മക്കളെ, അപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് സാർ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ മോഡൽ എക്സാമിന്, നമ്മൾ പബ്ലിക് എക്സാമിന് മുൻപ് മോഡൽ എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് പോർഷൻസും നമുക്ക് പഠിക്കാനുള്ള എല്ലാ സബ്ജക്റ്റിലെയും കംപ്ലീറ്റ് ചാപ്റ്ററുകൾ സെറ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. യെസ്, അപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കാരണം ഒരുപാട് പെൻഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കുറേ ബാക്ക്ലോഗുകളൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ അറിയാത്ത ചാപ്റ്ററും പഠിച്ചു തുടങ്ങാത്തൊക്കെയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടാവും. ഓക്കെ, യെസ്, പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും നമുക്കതൊക്കെ സെറ്റ് ആവും. നിങ്ങളെന്തായാലും എല്ലാ ചാപ്റ്ററും ഒരിക്കൽ പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ പഠിച്ച് തീർന്നിട്ടുണ്ടാവും. ഓക്കെ, അതിനുള്ള ഏക വഴി മോഡൽ എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് സിലബസ് തീർക്കുക എന്നുള്ളതാണ്. അപ്പം അത് തീർക്കാൻ നിങ്ങൾ ഈ ഒരു ടൈമിൽ ചെയ്യേണ്ട കാര്യം, അതായത് ഇതിപ്പോൾ നമ്മളെ അക്കൗണ്ടൻസിയുടെ +1 അക്കൗണ്ടൻസിയുടെ ചാപ്റ്ററുകളാണ്, അതിൻ്റെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാ നമ്മുടെ 9 ചാപ്റ്ററുകൾ ഇവിടെ ഉണ്ട്. അത് ഇപ്പോൾ 8-9 ചാപ്റ്ററിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെയുള്ള ഒരു ഇമേജാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുള്ളതാണ്. ഓക്കെ, അപ്പോൾ സാർ സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ പഠിക്കേണ്ടതെന്നുള്ളത്. അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നും മേലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും പഠിച്ചു തുടങ്ങുമ്പോൾ വിചാരിക്കും അല്ലേ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്നുള്ളത്. ഓക്കെ, പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ജസ്റ്റ് ഇത് അക്കൗണ്ടൻസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2 ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇത് രണ്ടും 2 ചാപ്റ്ററായിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇത് 2 ശരിക്കും ഒറ്റ ചാപ്റ്ററാണ്, രണ്ടും കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റിലൊക്കെ 2 ചാപ്റ്ററായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ ആ ചാപ്റ്ററിനെ ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം അതിൽ നമ്മൾ ട്രേഡിങ്ങും പ്രോഫിറ്റ് ലോസും ബാലൻസ് ഷീറ്റും വരയ്ക്കുന്നു. ആ ബാലൻസ് ഷീറ്റൊക്കെ കംപ്ലീറ്റ് ആണെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററിലെ ഈ കണ്ടൻസ് അല്ലേ നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് അതിലേക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒറ്റ ചാപ്റ്ററായിട്ട് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ 2 ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, ഇവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതായത് 8-9 ചാപ്റ്ററിൽ തുടങ്ങുക, പിന്നെ 7, 6, 5, 4 അങ്ങനെ പോകാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പം നിങ്ങളതാ ഈ 2 ചാപ്റ്ററുകൾ നിങ്ങളതാ ഇപ്പോൾ ചിലപ്പോൾ കുറേ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം, സ്കൂളിലായാലും അല്ലാതെയൊക്കെ തന്നെയാണെങ്കിലും. ഇത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ പഠിച്ച് തീർത്തത് ഈ ചാപ്റ്ററിലായിരിക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ആ ചാപ്റ്ററിലുള്ളത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒരുവിധം എല്ലാ സബ്ജക്റ്റുകളിലും ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ, പ്രത്യേകിച്ച് നിങ്ങൾ +1 സ്റ്റുഡൻസ് അല്ലേ, ആദ്യത്തെ ചാപ്റ്ററുകളൊക്കെ എന്താണ് സിമ്പിൾ ചാപ്റ്ററാണ്. അവസാനത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ കോർ സബ്ജക്റ്റുകളിൽ അധികം കുറച്ചധികം കണ്ടൻസ് ഉള്ള, അല്ലെങ്കിൽ കുറച്ച് ടഫായിട്ട് വരുന്നത്. ഓക്കെ, നല്ല കണ്ടൻസ് ഒക്കെ ഉള്ള ചാപ്റ്ററുകളായിട്ട് വരുന്നത്. സോ അങ്ങനെയുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെ നിങ്ങളിതാ ഇപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനത്തെ ചാപ്റ്റർ ആയിരിക്കും നിങ്ങളെന്താ ഈ ഒരു അടുത്ത ലാസ്റ്റ് ടൈമിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകുക. സോ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സോ നിങ്ങൾ അത് തന്നെ ഇപ്പോൾ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിന് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ടൈമുകളും കാര്യങ്ങളൊക്കെ മാക്സിമം കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് കവർ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്റർ പൊതുവെ ഒരുവിധം സബ്ജക്റ്റുകളിലൊക്കെ സിമ്പിൾ ചാപ്റ്ററുകളാണ്. സോ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാനും പറ്റും. സോ ടൈം നിങ്ങൾക്ക് നന്നായിട്ട് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നും, അതായത് താഴെ നിന്നും മുകളിലേക്ക് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുവിധം ചാപ്റ്റേഴ്സൊക്കെ ലാസ്റ്റിലേക്കുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. സോ അതുകൊണ്ടാണ് അതിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ച് തുടങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 2 വീക്ക് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്താൻ പറ്റും, പഠിച്ച്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് വീക്കിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ, ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ആ ചാപ്റ്ററുകൾക്ക് നിങ്ങൾക്ക് വേണ്ട സമയം പൊതുവേ കുറവ് തന്നെയായിരിക്കും. കാരണം സിമ്പിൾ ചാപ്റ്ററുകളാണ് ആദ്യം വരുന്നത്. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഇപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് സാർ അക്കൗണ്ടൻസിയുടെ ഒരു ചാപ്റ്റേഴ്സ് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ സബ്ജക്റ്റും നമ്മൾ എക്കണോമിക്സ് ആയാലും അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് ആയാലും ഒക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ചാപ്റ്ററുകൾ കുറച്ച് സിമ്പിളാണ്, ലാസ്റ്റ് ചാപ്റ്ററിലാണ് നമുക്ക് കുറച്ചധികം ടഫായിട്ട് വരുന്നത്. സോ അത് തന്നെ നിങ്ങൾ ആദ്യം പഠിച്ച് പോകാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യേണ്ട കുട്ടികളുണ്ട്, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം. ക്ലാസ്സുകളും ലൈവുകളൊക്കെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും മിസ്സാക്കണ്ട. അപ്പോൾ എത്രയും പെട്ടെന്ന് അഡ്മിഷനൊക്കെ എടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു മെത്തേഡ് മക്കൾ മനസ്സിലുണ്ടാവണം. ഓക്കെ അല്ലേ?